നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടുക്കലിൽ ക്ഷേത്രോത്സവത്തിന് ഗാനമേളയ്ക്കിടയിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട പരാതി നിലനിൽക്കുന്ന മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന കാവിക്കൊടി ക്ഷേത്ര ഭാരവാഹികൾ അഴിച്ചുമാറ്റി. എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടികളും റോഡിന്റെ ഇരു സൈഡിലും സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടികളും നീക്കം ചെയ്യുവാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അറിയുന്നത്. ക്ഷേത്രത്തിനു സമീപത്ത് വലിയ പോലീസ് സന്നാഹം വിന്യസിച്ചതിൽ ക്ഷേത്ര ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. കുറച്ചു ദിവസങ്ങളായി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരികയാണെന്നും 11-ന് ഉത്സവം സമാപിക്കാനിരിക്കെ പൊങ്കാല നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ക്ഷേത്രം സമീപത്ത് വലിയ പോലീസ് സന്നാഹം എത്തിയത്. ഭക്തജനങ്ങളുടെ ഇടയിൽ ഭീതിയുണ്ടാക്കി ഉത്സവം തകർക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ കക്ഷികളാണെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ ആരോപിക്കുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, കോട്ടുക്കൽ. വളരെ സമാധാനപരമായ ഏറ്റവും മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്സവം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ആരൊക്കെയോ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ സമ്മർദ്ദം കൊടുത്ത് അവരിവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതും അങ്ങനെ വരുമ്പോഴത്തേന് ഭക്തജനങ്ങൾ വരാതിരിക്കാൻ അതൊക്കെയാണ് നിൽക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് ഉത്സവ കമ്മിറ്റിക്ക് പറയാനുള്ളത്. നിലവിൽ ഒരു സംഘർഷവും നമ്മുടെ ക്ഷേത്ര മൈതാനത്തില്ല. വളരെ ഭംഗിയായിട്ട് ഉത്സവം മുന്നോട്ട് പോവുകയാണ്. ചില വിവാദങ്ങളുണ്ടാക്കി ഉത്സവത്തിൻ്റെ സമാധാനത്തിനും താർക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വിലപ്പോകില്ല എന്ന് ഈ അവസരം സൂചിപ്പിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് കോട്ടുക്കൽ അമ്മയുടെ തിരുനാൾ ഉത്സവം നടക്കുകയാണ്. അന്നദാനം നടക്കുകയാണ്. അന്നദാനത്തിൽ 10,000 പേര് നമുക്ക് ആഹാരം കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ കുറേ പോലീസ് വണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രം ഈ അവസരം സൂചിപ്പിക്കുകയാണ്. അന്നദാനം ഇവിടെ നമ്മൾ കോട്ടുകമ്പലത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാനത്തിൻ്റെ നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന വെച്ചാൽ ഇവിടുത്തെ ഈ പോലീസ് സന്നാഹങ്ങളാണ് ഒരു വിഷമം ഉണ്ടാകുന്നത്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇവിടെ നടക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ട് കാവി തോരണങ്ങൾ കെട്ടുകയും ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുവിൻ്റെ കളർ എന്നുള്ള നിലയിൽ ഇതെല്ലാം കെട്ടുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ DYFIയുടെയും CPM-ൻ്റെ ആൾക്കാർക്ക് എന്തൊക്കെയോ വ്യക്തിവിരോധം കൊണ്ട് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു. അത്രയേ ഉള്ളൂ.